ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹീബ്രു, ഗ്രീക്ക്, അരാമിക് ആൻഡ് ബിബ്ലിക്കൽ ലൈഫ് സ്റ്റൈൽ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു മാത്രം മധ്യസ്ഥനെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്? എന്തുകൊണ്ടാണ് യേശു മാത്രം ഏക മധ്യസ്ഥനെന്ന് നമ്മൾ പറയുന്നത്? തിരുവചനം അങ്ങനെ പറയുന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ പഴയ നിയമത്തിലെ പക എന്ന് പറയുന്ന ഒരു വാക്ക് ഈ ഉൾക്കാഴ്ചയിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്നതാണ്. അതേക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ക്രൂശിലെ മധ്യസ്ഥതയും ക്രൂശിലെ മധ്യസ്ഥനും നമ്മുടെ വിശ്വാസത്തിന്റെ ആണിക്കല്ലാണ്. എബ്രായ ഭാഷയിലെ പക എന്ന് പറയുന്ന ആ വാക്ക് ഈ ഉൾക്കാഴ്ചയിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്നു എന്ന് ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളോട് പറഞ്ഞല്ലോ. ക്രൂശിലെ മധ്യസ്ഥതയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ആത്മീയ ആഴം നാം മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 12 വാക്യം നാം വായിക്കണം. അതിനകത്ത് തിരുവചനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അനേകരുടെ പാപം അവൻ വഹിച്ചുകൊണ്ട് അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നു എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നു എന്ന് പറയുവാൻ, ആ ഇടനിന്നു, മധ്യസ്ഥം വഹിച്ചു, മധ്യസ്ഥനായി നിന്നു എന്ന് പറയുവാൻ എബ്രായ ഭാഷയിൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 12 വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് പക എന്ന എബ്രായ പദമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പ്രസക്തമായ പക, മധ്യസ്ഥത, മധ്യസ്ഥൻ എന്ന വാക്കിന്റെ ആത്മീക ആഴത്തിലേക്ക് നാം പോകുന്നതിന് മുമ്പ് ഈ പക എന്ന് പറയുന്ന വാക്ക്, മധ്യസ്ഥൻ എന്ന് പറയുന്ന ഈ വാക്ക് എബ്രായ ഭാഷയിൽ തിരുവചനത്തിൽ വിവിധ ഇടങ്ങളിൽ, വിവിധ പശ്ചാത്തലങ്ങളിൽ, വിവിധ അർത്ഥങ്ങളിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നാം ചെറുതായി ഒന്ന് ഓടിച്ചു നോക്കി മുന്നോട്ട് ഈ ആത്മീയ ആഴത്തിലേക്ക് നാം പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പദത്തിന്റെ ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ലിറ്ററൽ എൻകൗണ്ടർ. ആരെയെങ്കിലും കാണുകയോ ഏതെങ്കിലും സ്ഥലത്ത് എത്തി എന്ന് പറയുകയോ ചെയ്യുവാൻ പക എന്ന് പറയുന്ന ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം 11 വാക്യത്തിൽ യാക്കോബ് ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു എന്ന് പറയുവാൻ പക എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. രണ്ടാമതായി ഈ പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹോസ്റ്റൈൽ കൺഫ്രണ്ടേഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ രണ്ട് എതിരാളികൾ തമ്മിൽ കണ്ടുമുട്ടുന്ന ആളുകൾ. അപ്പോൾ മധ്യസ്ഥത എന്ന് പറയുന്നത്, ഈ പദത്തിന് മധ്യസ്ഥത എന്ന അർത്ഥം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ ദൈവവുമായി ഒരു മനുഷ്യൻ പ്രാർത്ഥനയിൽ കണ്ടുമുട്ടുക എന്നാണ് അർത്ഥം. എന്നാൽ കണ്ടുമുട്ടുന്നത് എപ്പോഴും ഈ വാക്കിന്റെ പശ്ചാത്തലത്തിൽ കണ്ടുമുട്ടുക എന്നുള്ളത് എപ്പോഴും സന്തോഷകരമായിരിക്കണമെന്ന് നിർബന്ധമില്ല. രണ്ട് എതിരാളികൾ തമ്മിൽ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് പറയുവാനും ഈ പക എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ആക്രമിക്കുക, സ്ട്രൈക്ക് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥം ഇതിന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൂന്നാമതായി ദയയ്ക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക എന്നൊരർത്ഥം ഈ പക എന്ന് പറയുന്ന പദത്തിന് ഉണ്ട്. രണ്ട് സ്ഥലത്തിന്റെ അതിരുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതിനെ, രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്നതിനെ കുറിക്കുവാനും ഈ പക എന്ന് പറയുന്ന തിരുവചനം ഉപയോഗിച്ചിരിക്കുന്നു. യോശുവയുടെ പുസ്തകം 19 അധ്യായം 11 വാക്യത്തിൽ ടെറിട്ടറികൾ, രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത്, കണ്ടുമുട്ടുന്ന, ബോർഡർ എന്ന് പറയുവാനും ഈ പദം ഉപയോഗിച്ചിരിക്കുന്നു. ഇത് മാത്രമല്ലാതെ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞതുപോലെ ഇന്റർസെഷൻ, മധ്യസ്ഥ പ്രാർത്ഥന എന്നൊക്കെ പറയുവാനും പക എന്ന പദം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് പക എന്ന് പറയുന്ന വാക്ക്, മധ്യസ്ഥത. യെശയ്യാപ്രവചനം 53:12 പറയുന്ന
പക എന്ന് പറയുന്ന വാക്ക് കേവലം, മധ്യസ്ഥത എന്ന് പറയുന്ന ആ വാക്ക് കേവലം ദൈവത്തോട് നിലവിളിക്കുകയോ ആവശ്യങ്ങൾ പറയുകയോ ചെയ്യുക എന്നുള്ളത് മാത്രമല്ലെന്നും അതിന് ക്രൂശിലെ മധ്യസ്ഥതയുമായി, മശിഹയുടെ മധ്യസ്ഥതയുമായി ആഴമേറിയ ഒരു ഉൾക്കാഴ്ച, ആഴമേറിയ ആത്മീയ പശ്ചാത്തലം, ആത്മീയ ഉന്നതി അതിനകത്തുണ്ടെന്നും നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായി പോവുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 6 വാക്യത്തിനകത്ത് നമ്മുടെ അതിക്രമങ്ങളെല്ലാം അവന്റെ മേൽ, നമ്മുടെ പാപങ്ങളെല്ലാം അവന്റെ മേൽ ചുമത്തി എന്ന് പറയുന്നിടത്ത് ചുമത്തി എന്ന് പറയുവാനും പക എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പക എന്ന് പറഞ്ഞാൽ അതിന് ആക്രമിക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട്, സ്ട്രൈക്ക് ചെയ്യുക എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ദൈവം അവന്റെ മേൽ പാപം ചുമത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളുടെ എല്ലാം അനന്തരഫലം, കോൺസിക്വൻസസ് നമ്മുടെ കർത്താവിനെ ആക്രമിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു. അതാണ് നമ്മുടെ പാപങ്ങളെയെല്ലാം യേശുവിൻ്റെ മേൽ ചുമത്തി എന്നതുകൊണ്ട് തിരുവചനം ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പാപത്തിന്റെ ഫലങ്ങൾ, അനന്തര ഫലങ്ങൾ നമ്മെ ആക്രമിക്കേണ്ട സ്ഥലത്ത് സ്വർഗത്തിലെ ദൈവം നമ്മുടെ പാപത്തിന്റെ ഫലങ്ങൾ അവനെ ആക്രമിക്കുവാൻ അനുവദിച്ചു എന്നുള്ളത് എത്ര വലിയ ദൈവസ്നേഹമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുമാത്രമല്ല, ഞാൻ നിങ്ങളോട് പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഹോസ്റ്റൈൽ കൺഫ്രണ്ടേഷൻ, പക എന്ന് പറയുന്ന വാക്കിന് രണ്ട് എതിരാളികൾ തമ്മിൽ കണ്ടുമുട്ടുക, രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടുക എന്നൊരർത്ഥം കൂടിയുണ്ട്. ക്രൂശിലെ മധ്യസ്ഥത എന്ന് പറയുന്നത് കേവലം ദൈവത്തോട് നമ്മുടെ പാപങ്ങൾ മോചിക്കുവാനുള്ള നിലവിളി മാത്രമല്ല. ഈ വാക്കിൻ്റെ, ഈ പക എന്ന് പറയുന്ന ആ വാക്കിൻ്റെ ആത്മീയ ആഴമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. രണ്ട് രാജ്യങ്ങൾ, രണ്ട് വ്യക്തികളല്ല, രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് ക്രൂശിൽ യുദ്ധം നടക്കുന്നത്. അവരുടെ ഹോസ്റ്റൈൽ കൺഫ്രണ്ടേഷൻ ഉണ്ടാകുന്നത് ഇരുളിന്റെ രാജ്യവും വെളിച്ചത്തിന്റെ രാജ്യവും, വെളിച്ചത്തിന്റെ രാജാവും ഇരുളിന്റെ രാജാവും ഇവർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൽ പൗലോസ് എത്ര ആഴമേറിയ വെളിപ്പാടാണ് പറഞ്ഞത്. ക്രൂശിൽ നടന്നതൊരു യുദ്ധമാണ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള എതിരിടലാണ്, യുദ്ധമാണ് നടന്നത്. അവിടെ വെളിച്ചത്തിന്റെ രാജാവ് ഇരുളിന്റെ രാജാവിൻ്റെ എല്ലാ ആയുധവർഗവും വെപ്പിച്ച് ഇരുളിന്റെ രാജ്യത്തിനുമേൽ വെളിച്ചത്തിന്റെ രാജ്യം ജയോത്സവം കൊണ്ടാടിയെന്ന പൗലോസിന്റെ ആഴമേറിയ വെളിപ്പാട് എത്രമാത്രം ശക്തമാണ്. ക്രൂശിൽ യേശു ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനായി നിൽക്കുമ്പോൾ യേശു കേവലം പാപമോചനത്തിന് വേണ്ടി നിലവിളിക്കുക മാത്രമല്ലെന്നും പക എന്ന് പറഞ്ഞാൽ, മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ, മധ്യസ്ഥം എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, രണ്ട് എൻറ്റിറ്റികൾ തമ്മിൽ, രണ്ട് കിങ്ഡംസ് തമ്മിൽ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എതിരിടുന്ന ഒരർത്ഥം കൂടി അതിനുണ്ടെന്നും ആ എതിർപ്പിൽ ദൈവത്തിൻ്റെ രാജ്യം, വെളിച്ചത്തിൻ്റെ രാജ്യം ജയിച്ചു എന്നും നമുക്ക് മനസ്സിലായല്ലോ. അത് മാത്രമല്ല, നമ്മുടെ തിരുവചനം നാം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു നിലവിളിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. യേശുവിൻ്റെ നിലവിളി യേശു മനുഷ്യനാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. യേശു മാനുഷിക ശരീരം ധരിച്ചു വന്നതുകൊണ്ട് യേശു ഒരു മായാരൂപമായിരുന്നില്ല. യേശു ശരിക്കും ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ആ വേദനയിൽ യേശു നിലവിളിക്കുന്നു. എന്നാൽ അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. യേശുവിൻ്റെ നിലവിളി എന്ന് പറയുന്നത് അവൻ്റെ വേദന കൊണ്ട് മാത്രമല്ല. ആ നിലവിളി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം 100% നീതി പുലർത്തി നീതിയോടെ ജീവിച്ച ലോകത്തിൽ ജീവിച്ചിട്ടുള്ള ഒരേ ഒരു മനുഷ്യനെ ഉണ്ടായിട്ടുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു പറയുകയാണ്, നമ്മുടെ പാപത്തിൻ്റെ അനന്തര ഫലങ്ങൾ അവനെ ആക്രമിക്കുവാൻ ദൈവം അനുവദിച്ചപ്പോൾ ആ ദൈവത്തോട് യേശു നിലവിളിക്കുകയാണ്, ദൈവമേ, പിതാവേ, എൻ്റെ നീതി എൻ്റെ ജനത്തിന് കണക്കിടുവാൻ, എൻ്റെ ജീവിതത്തിൻ്റെ നീതി, ദൈവിക നീതി എൻ്റെ ജനത്തിന് കണക്കിടണമേ എന്ന് യേശു നിലവിളിക്കുന്ന ആ ഒരു അർത്ഥം കൂടി, ഒരു മാനം കൂടി, ഒരു തലം കൂടി യേശുവിൻ്റെ നിലവിളിക്കുണ്ട്. സാധാരണയായി എബ്രായ ഭാഷയിൽ പ്രാർത്ഥന എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം എന്ന് പറയുന്നത് തെഫില എന്നാണ്. ഈ തെഫില എന്ന് പറയുന്ന ഈ വാക്ക്
പലാൽ എന്ന് പറയുന്ന മറ്റൊരു വാക്കിൽ നിന്നാണ്, മറ്റൊരു ക്രിയാരൂപത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം വീണ് കിടന്ന് ഒരു ഹയർ അതോറിറ്റിക്ക് മുമ്പിൽ നിലവിളിക്കുക എന്നുള്ളതാണ്, ഒരു ഉയർന്ന അധികാരിക്ക് മുമ്പിൽ നിലവിളിക്കുക എന്നുള്ളതാണ്. ഇത് പഴയ നിയമത്തിലെ അല്ലെങ്കിൽ തിരുവചനത്തിലെ പട്ടണവാതിലുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് ഇത്. പൽ എന്ന് പറയുന്ന റൂട്ടിൽ നിന്നാണ് പലാൽ എന്ന് പറയുന്ന ഈ വാക്കുണ്ടായിരിക്കുന്നത്. പൽ എന്ന് പറഞ്ഞാൽ വീഴുക എന്നാണ്. പട്ടണവാതുക്കൽ വാണിജ്യപരമായ ആളുകൾ കൂടും, സോഷ്യൽ ഗ്യാതറിങ്സുകൾക്ക്, സാമൂഹിക കൂട്ടായ്മകൾക്ക് ആളുകൾ കൂടും. അതുപോലെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ന്യായാധിപന്മാർ വന്നിരിക്കുമ്പോൾ ആ ന്യായാധിപന്മാർക്ക് അവരുടെ കംപ്ലൈന്റുകൾ, അവരുടെ പരാതികളെ കൊടുത്ത് നീതിയോടെ ഒരു വിധിക്ക് വേണ്ടി ജനം കാത്തിരിക്കുന്നതും ഈ പട്ടണവാതിക്കലാണ്. അവർ വന്ന് ആ തങ്ങളുടെ പരാതി ബോധിപ്പിച്ചതിന് ശേഷം നീതിയുള്ള ഒരു വിധിക്ക് വേണ്ടി അവന്റെ മുമ്പിൽ, ആ ന്യായാധിപന്റെ മുമ്പിൽ വീണ് കിടന്ന് നിലവിളിക്കും. ഒരു നീതിയുള്ള വിധി ഞങ്ങൾക്ക് വേണ്ടി തരണമേ എന്നുള്ളതാണ് ആ പ്രാർത്ഥന, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയുള്ള ആ അപേക്ഷ. അതിന് പലാൽ എന്നാണ് പറയുന്നത്. നമ്മുടെ കർത്താവും ക്രൂശിൽ നിലവിളിച്ചത് ഇങ്ങനെയാണ്: ഒരു ദൈവനീതി എൻ്റെ ജനത്തിന് കൊടുക്കുവാൻ ദൈവത്തിന് മനസ്സലിവുണ്ടാകണം എന്ന് പറഞ്ഞ് കർത്താവ് നിലവിളിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രം ഏക മധ്യസ്ഥനായത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക എന്ന മധ്യസ്ഥൻ എന്ന വാക്കിന്റെ അർത്ഥം രണ്ട് എതിരാളികൾ തമ്മിൽ കണ്ടുമുട്ടുക എന്നാണ്. ഹോസ്റ്റൈൽ കൺഫ്രണ്ടേഷൻ, എതിർപ്പോടെ ശക്തിയോടെ കണ്ടുമുട്ടുക, അറ്റാക്ക് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ ക്രൂശിൽ ശത്രുവിന്റെ രാജ്യത്തെ കണ്ടുമുട്ടി എതിരിട്ട് തോൽപ്പിച്ച, ആ മധ്യസ്ഥം വഹിച്ച ഒരേ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഹോസ്റ്റൈൽ കൺഫ്രണ്ടേഷൻ എന്ന് പറയുന്ന, പക എന്ന് പറയുന്ന, മധ്യസ്ഥം എന്ന് പറയുന്ന ആ വാക്കിന്റെ ഒരു മാനം ശത്രുവിനെ തോൽപ്പിച്ചവൻ, ശത്രുവിനോട് എതിരിട്ടവൻ, അങ്ങനെയുള്ളവൻ ഒരേ ഒരാൾ നമ്മുടെ കർത്താവ് മാത്രമാണ്. പക എന്ന വാക്കിന്റെ അർത്ഥം മധ്യസ്ഥനാണെന്നാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ആ മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ യേശു ക്രൂശിൽ നിലവിളിക്കുകയാണ്. തൻ്റെ നീതി തൻ്റെ ജനത്തിന് ചുമത്തുവാൻ, കണക്കിടുവാൻ യേശു നിലവിളിക്കുകയാണ്. അങ്ങനെ ക്രൂശിൽ തൻ്റെ നീതി തൻ്റെ ജനത്തിന് കൊടുക്കണമെന്ന് നിലവിളിച്ച ഒരേ ഒരാളെ നമുക്കുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ എബ്രായ പദമായ പക, മധ്യസ്ഥൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന, പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:12 പറഞ്ഞിരിക്കുന്ന മശിഹ എന്ന ആ ഇന്റർസെസർ, ആ മധ്യസ്ഥൻ എന്ന് പറയുന്നത് കേവലം നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു മധ്യസ്ഥൻ മാത്രമല്ലെന്നും, അവൻ എതിരാളികളുടെ രാജ്യത്തെ തകർത്ത് തൻ്റെ ജനത്തെ രക്ഷിച്ചവൻ. അങ്ങനെ ഒരു ഇരുളിന്റെ രാജ്യത്തെ തകർത്ത് രക്ഷിച്ച ഒരേ ഒരുവൻ, അത് കർത്താവായ യേശു. അതുകൊണ്ട് അവൻ നമ്മുടെ രക്ഷകനാകുന്നു, മധ്യസ്ഥനാകുന്നു. 2, അവന്റെ നീതി നമുക്ക് കണക്കിടുവാൻ നിലവിളിച്ച നമ്മുടെ കർത്താവ്, അങ്ങനെ അവൻ മധ്യസ്ഥനാകുന്നു. പക എന്ന് പറയുന്ന, മധ്യസ്ഥൻ എന്ന് പറയുന്ന തിരുവചന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നാം ദൈവത്തെ കണ്ടുമുട്ടുന്നു മധ്യസ്ഥ പ്രാർത്ഥനയിൽ, മധ്യസ്ഥതയിൽ ദൈവത്തെ കണ്ടുമുട്ടുന്നു. എന്നാൽ ദൈവത്തെ കണ്ടുമുട്ടുന്നതോടൊപ്പം തന്നെ ഇരുളിന്റെ അധികാരത്തെയും നാം കണ്ടുമുട്ടുന്നു. ഇരുളിന്റെ രാജ്യത്തെയും ഇരുളിന്റെ രാജ്യവും നമുക്ക് എതിരെ നിൽക്കുന്നു. എന്നാൽ ഇരുളിന്റെ രാജ്യത്തെ തോൽപ്പിച്ച കർത്താവിന്റെ ശക്തിയാൽ ഇരുളിന്റെ രാജ്യത്തെ തോൽപ്പിക്കുകയും ദൈവത്തോട് തനിക്ക് വേണ്ടിയോ മറ്റൊരാൾക്ക് വേണ്ടിയോ ദൈവിക യേശുവിൻ്റെ നീതി വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു യഥാർത്ഥ മധ്യസ്ഥത പൂർണ്ണമാകുന്നത്. പക.